എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ഒരു സ്പെഷ്യൽ സെഷനാണ് യോഗ ഫോർ സ്ട്രെസ് റിലീഫ്. എല്ലാവർക്കും ഏത് പ്രായത്തിലുള്ളവർക്കും ചെയ്യാൻ പറ്റിയ, ഏത് സമയത്തും ചെയ്യാൻ പറ്റിയ ഒരു യോഗ സെഷനാണ് ഇന്ന്. എൻ്റെ കൂടെ നിങ്ങൾ ചെയ്തു പോവുക, ഫോളോ ചെയ്യുക. എല്ലാവരും യോഗ മാറ്റ് ഇട്ട് നമ്മളുടെ ഒപ്പം തന്നെ നമുക്ക് ചെയ്തു പോവാം. ഇത് ശരിക്കും പറഞ്ഞാൽ ഓഫീസ് കഴിഞ്ഞ് വരുന്നവർക്കും അതുപോലെ തന്നെ നമുക്ക് എല്ലാ ദിവസവും രാവിലെ നിങ്ങൾ ഓഫീസിൽ പോകുന്നതിന് മുമ്പും അല്ലെങ്കിൽ വീട്ടിലിരിക്കുന്നവർക്കും എല്ലാ പ്രായമായവർക്കും ഒക്കെ ചെയ്യാവുന്ന വളരെ സിമ്പിൾ എന്ന് ഞാൻ പറയുന്നില്ല. കാരണം ചില സ്ട്രെച്ചസ് നിങ്ങൾക്ക് അത് പാടാണെങ്കിൽ നിങ്ങൾ ആ സമയത്ത് വെറുതെ ഇരിക്കുക, അല്ലാത്ത നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതെല്ലാം എൻ്റെ കൂടെ ഫ്ലോ ചെയ്യുക. അപ്പം നമുക്ക് അധികം താമസിയാതെ നമ്മുടെ ഡെമോൺസ്ട്രേഷനിലേക്ക് കിടക്കാം. ആദ്യം നമുക്ക് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എന്ത് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ സൂക്ഷ്മ വ്യായാമങ്ങൾ ചെയ്യണം. നമുക്ക് ആദ്യം ഹെഡ് ആൻഡ് നെക്കിനെ ഒന്ന് റിലാക്സ് ചെയ്യിപ്പിക്കാം. ആദ്യം അപ്പ് ആൻഡ് ഡൗൺ 3 തവണ, സൈഡ് റൈറ്റിലേക്കും ലെഫ്റ്റിലേക്കും. ഇത് കുറച്ച് ഫാസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഞാനിതിൻ്റെ നോർമൽ ബ്രീത്തിങ് നിങ്ങൾ ചെയ്താൽ മതി. ഇനി ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ റൈറ്റ് ടു ലെഫ്റ്റ്, ലെഫ്റ്റ് ടു റൈറ്റ്, മൊത്തം റൊട്ടേറ്റ് ചെയ്യരുത്. എസ്പെഷ്യലി അത് നെക്കിൻ്റെ ഹെൽത്തിന് ഒട്ടും കൊള്ളില്ല. നമ്മൾ ഫുള്ളായിട്ട് ഇങ്ങനെ റൊട്ടേറ്റ്, ഹാഫായിട്ട് റൊട്ടേറ്റ് ചെയ്യുക, പിന്നെ ഹാഫ് ബാക്കിലും ഇങ്ങനെ 3 സെമി സർക്കിൾസ് റൊട്ടേറ്റ് ചെയ്യും. അതിന് ശേഷം റൈറ്റ് ഷോൾഡറിൻ്റെ എബവ് നമ്മൾ ഒന്നിങ്ങനെ ബാക്കിലേക്ക്, നമ്മുടെ ബാക്ക് വാൾസ് ഒന്ന് നോക്കുക. അതേപോലെ തന്നെ തിരിച്ചു, റൈറ്റ് ആൻഡ് ലെഫ്റ്റ്. വൺ മോർ ടൈം, റൈറ്റ് ആൻഡ് ലെഫ്റ്റ്. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ കയ്യിൻ്റെ ഇതാണ്, ഷോൾഡർ റൊട്ടേഷനാണ്. മേക്ക് എ ഫിസ്റ്റ് ഓഫ് യുവർ ഹാൻഡ്. ഇങ്ങനെ ടൈറ്റായിട്ട് പിടിച്ചിട്ട് നമുക്കിങ്ങനെ ശ്വാസം എടുത്തിട്ട് ശ്വാസം വിട്ടുകൊണ്ട് കൈ താഴത്തേക്ക്. മൂന്ന് തവണ ചെയ്യാം. അതിനുശേഷം റിസ്റ്റിൻ്റെ റൊട്ടേഷൻ, ശേഷം ഫിംഗേഴ്സ്. ഇനി നമുക്ക് ഒരു ഫുൾ ഹാഫ് ഇങ്ങനെ ഒരു ക്രോസ് ലെഗ് സിറ്റിംഗ് പൊസിഷനിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു കാല് മുകളിലേക്ക് വെക്കണമെങ്കിലോ ഒക്കെ നിങ്ങൾക്ക് ചെയ്യാം. അതിനുശേഷം കുറച്ച് നേരം ഒന്ന് നേരെ ഇരുന്ന് നട്ടെല്ല് നിവർത്തി വളരെ സിമ്പിളായിട്ടുള്ളൊരു പൊസിഷനിൽ നമ്മുടെ ഹാർട്ട് റേറ്റ് എങ്ങനെയുണ്ട്, ബ്രീത്തിങ് റേറ്റ് എങ്ങനെയുണ്ട്, ഇതെല്ലാം ഒന്ന് ശ്രദ്ധിക്കുക. ചില സമയത്ത് നമുക്കറിയാൻ സാധിക്കും നമ്മളുടെ ഹാർട്ടിൻ്റെ ഒരു റേറ്റ് ചിലപ്പോൾ ഭയങ്കര കൂടുതലായിട്ട്, അതായത് നമ്മുടെ ഈ ചെസ്റ്റ് മൂവ്മെൻറ്റ് ഭയങ്കര കൂടുതലും നമ്മുടെ സ്റ്റൊമക്ക് മൂവ്മെൻറ്റ് ഭയങ്കര കുറവുമായിരിക്കും. നമ്മൾ പതുക്കെ വയറിലേക്ക് നമ്മളുടെ കൈയൊന്ന് വെച്ചിട്ട് നമ്മളുടെ വയറിലേക്ക് ആ ബെല്ലി മൂവ്മെൻറ്റ് മാത്രം ശ്രദ്ധിച്ച് കൂടുതൽ ജസ്റ്റ് വെൻ യു ഇൻഹേൽ ആ സ്റ്റൊമക്ക് ഒന്ന് പുഷ് ചെയ്യുക. വെൻ യു എക്സേൽ കം ബാക്ക്. അതിനെ ഒന്ന് കോൺഷ്യസ് ആയിട്ട് അതങ്ങനെ ഒന്ന് ഫോർവേഡ് ആൻഡ് ബാക്ക് മൂവ്മെൻറ്റ് ഒന്ന് ചെയ്യുക. ശേഷം കൈ ഇങ്ങനെ ചിൻമുദ്രയിലൊന്ന് പിടിച്ചതിന് ശേഷം ഇന്നെങ്ങനെയാണ് ഞാൻ എൻ്റെ ശ്വാസം എടുക്കുന്നത്, എങ്ങനെയാണ് എൻ്റെ ബ്രീത്തിങ്, എങ്ങനെയാണ് എൻ്റെ ചെസ്റ്റിലെ ബ്രീത്തിങ് കൂടുതലാണോ അതെയോ എൻ്റെ ബെല്ലി ബ്രീത്തിങ് ആണോ കൂടുതൽ, അതെല്ലാം നമ്മളൊന്ന് ചെക്ക് ചെയ്യുക. അതിനുശേഷം നമ്മളുടെ മൂക്കിലൂടെ ഉള്ള ശ്വാസം, അതിനകത്ത് എന്തെങ്കിലും ബ്ലോക്ക് ഉണ്ടോ, ഇതെല്ലാം ശ്രദ്ധിച്ചതിന് ശേഷം നമുക്ക് പതുക്കെ നമ്മളുടെ സ്ട്രെച്ചസിലേക്ക് കടക്കാം. നമ്മൾ വളരെ സാവധാനം നമ്മളുടെ ഇടത് കൈ വലത് മുട്ടിലേക്ക് വെച്ചതിന് ശേഷം നമ്മളിങ്ങനെ ഉയർന്ന്, അതായത് നമ്മളിങ്ങനെ ബാക്കിലേക്ക് ഇങ്ങനെ ചാഞ്ഞു പോകരുത്. നമ്മൾ നട്ടെല്ല് നിവർത്തി നമ്മൾ ബാക്കിലേക്ക് ഒന്ന് സ്ട്രെച്ച് ചെയ്യുക. അതിന് ശേഷം തിരിച്ച് വരിക. അപ്പം ഒരുവിധം നമ്മളുടെ ബോഡിയിലുള്ള ജോയിൻറ്റ്സ് എല്ലാം തന്നെ ഒന്ന് സ്ട്രെച്ച് ആയിട്ടുണ്ട്. ഇനി നമ്മളുടെ കാലിലേക്ക്
നമ്മുടെ കാലിൻ്റെ വിരലുകൾ ഉള്ളിലേക്കും പുറത്തേക്കും. ഇൻ ഔട്ട്, ഇൻ ഔട്ട്, ഇൻ ഔട്ട്, ഔട്ട് ഇൻ, ഔട്ട് ഇൻ. ഇതുപോലെ ആംഗിൾ ജോയിൻറ്റിനെ നന്നായിട്ടൊന്ന് സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുക. ശേഷം റൊട്ടേഷൻ ചെയ്യുക, 3 തവണ തിരിച്ചു. ഇത്രയും ചെയ്തതിന് ശേഷം നമ്മൾ പതുക്കെ വജ്രാസനത്തിലേക്ക് വരാൻ പറ്റുന്നവർ വജ്രാസനത്തിൽ ഇരിക്കുക. ഇതിൻ്റെ ഒരു എളുപ്പവഴി ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മളുടെ എന്തെങ്കിലും വളരെ തിന്നായിട്ടുള്ള പില്ലോസ് ഉണ്ടെങ്കിൽ ചിലവർക്ക് ഇങ്ങനെ ഇരിക്കാൻ പറ്റില്ല, അവരിങ്ങനെ കാലിൻ്റെ ഇവിടെ വേദന കൊണ്ട് അവരിങ്ങനെ പൊങ്ങി നിൽക്കും. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ ഒരു പില്ലോ ഇങ്ങനെ വച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഈസി ആയിട്ട് ഇരിക്കാനായിട്ട് പറ്റും. കാരണം ഇത് അവർക്ക് എന്താ പറയുക, വേദനകൾ ഉണ്ടാവില്ല. കുറേ നേരം അവർക്ക് ഈ ഒരു പൊസിഷനിൽ ഇപ്പോൾ പ്രെയർ ചെയ്യുന്നവർക്കൊക്കെ ഇത് വളരെ നല്ലൊരു പൊസിഷനായിരിക്കും. അതിനുശേഷം ഇപ്പോൾ എനിക്ക് ഇത് ആവശ്യമില്ല, അത് ആവശ്യമുള്ളവർ അതുപോലെ ചെയ്യുക. അതിനുശേഷം പതുക്കെ നമ്മൾ ശശങ്കാസന, അത് ഭയങ്കര റിലാക്സിങ് പൊസിഷനാണ്. നമ്മളിങ്ങനെ പതുക്കെ ഫോർവേഡിലേക്ക് ഇങ്ങനെ പോകും. ഞാൻ ഇതിനും നിങ്ങൾക്കൊരു പ്രോപ്പ് ഞാൻ പറഞ്ഞുതരാം. ദിസ് ഇസ് എ യോഗ ബ്ലോക്ക്. ഈ ബ്ലോക്ക് ചെയ്തിട്ട് നമുക്കിങ്ങനെ അത് മുഴുവനായിട്ട് പോകാൻ പറ്റാത്തവർക്ക് ഇതുപോലെ പകുതിയിൽ ആ ഒരു ഇതിൻ്റെ ബ്ലോക്കിൻ്റെ ഒരു ഹൈറ്റിൽ നമ്മൾ കൈ ഇങ്ങനെ പിടിച്ചിട്ട് പതുക്കെ ഇങ്ങനെ സ്ട്രെച്ച് ചെയ്ത് നിങ്ങളുടെ കാലുകളൊന്ന് അകത്തി കൊടുക്കുക. എന്നിട്ട് വളരെ സാവധാനം എക്സേൽ. നല്ല പോലെ കൈയൊക്കെ നന്നായിട്ട് സ്ട്രെച്ച് ചെയ്ത് ഇത് ബ്ലോക്ക് പതുക്കെ പതുക്കെ എന്ത് ചെയ്യണം, ഇതിനെ ഇമ്പ്രൂവ് ചെയ്തിട്ട് കൈ ഇങ്ങനെ വയ്ക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഡിക്ഷണറി പോലും ഇവിടെ വയ്ക്കാം. നിങ്ങളുടെ വീട്ടിലൊരു നല്ല കട്ടിയുള്ളൊരു ബുക്കുണ്ടെങ്കിൽ ഉപയോഗിക്കാം. നമ്മൾ ക്രമേണ നമ്മളുടെ അഡ്വാൻസ് ആവും തോറും നമ്മൾ ഇതുപോലെ ബ്ലോക്ക് നമുക്ക് പിന്നെ കംപ്ലീറ്റ്ലി മാറ്റാനായിട്ട് സാധിക്കും. അല്ലാത്തവർ ആ ബ്ലോക്ക് ഉപയോഗിച്ച് നെറ്റിമുട്ടി തറയിൽ കംപ്ലീറ്റായിട്ട് സ്ട്രെച്ച് ചെയ്ത് കിടക്കുക. വളരെ സാവധാനം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് തിരിച്ചു വരിക. അതിനുശേഷം ഒരു 4 leg പൊസിഷൻ, നമ്മൾ കാലുകളൊന്ന് കംഫർട്ടബിളായിട്ട് അകത്തി വയ്ക്കുക. അതിനുശേഷം നമ്മളുടെ വയറ് നന്നായിട്ട് സ്ക്വീസ് ചെയ്ത് ഉള്ളിലേക്ക് ക്യാമൽ പോസ്. അത് കഴിഞ്ഞിട്ട് സ്ട്രെച്ച്, പുഷ് യുവർ സ്പൈൻ ഡൗൺ ആൻഡ് ലുക്ക് അപ്പ്. ക്യാറ്റ് ആൻഡ് കൗ, ക്യാമൽ ആൻഡ് ക്യാറ്റ്, അങ്ങനെ ഒത്തിരി പേരുകളുണ്ട്. ഇൻഹേൽ അപ്പ്, എക്സേൽ ഹഞ്ച്. Inhale up, exhale, tuck in your tummy, go high. നന്നായിട്ട് നമ്മുടെ സ്പൈനിനെ ഒന്ന് വളച്ച് പിടിക്കുക. ആ ബാക്കിലുള്ള എല്ലാ മസിൽസിനെയും ഒന്ന് സ്ട്രെച്ചാക്കി വളരെ സാവധാനം തിരിച്ചു വരിക. ഇതാണ് ഒരു ക്യാറ്റ് ആൻഡ് കൗ എന്ന് ചിലപ്പോൾ പറയും, അല്ലെങ്കിൽ ക്യാറ്റ് ആൻഡ് ക്യാമൽ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒത്തിരി ഇതിൽ പറയും. പിന്നെ ഞാൻ അതിൻ്റെ തന്നെ ഒരു വേരിയേഷൻ ചില സമയത്ത് ഞാൻ ചെയ്യാറുള്ളത്, ഇങ്ങനെ സ്ട്രെച്ച് ചെയ്തതിന് ശേഷം ഈ ഫ്ലെക്സ് ചെയ്തിട്ട് കംപ്ലീറ്റ്ലി താഴത്തേക്ക് പോയിട്ട് ഇങ്ങനെ ഒരു ക്യാറ്റായിട്ട് തന്നെ നിൽക്കുക. ശേഷം വീണ്ടും ഇപ്പം ഇതിൻ്റെ ഒരു വേരിയേഷനോടി ഫ്ലെക്സ് ചെയ്തിട്ട് ഇങ്ങനെ ചെയ്യും. ഇത് ചെയ്യുമ്പോൾ എന്താ ഒരു ഗുണം എന്ന് വെച്ചാൽ ഈ അപ്പർ ബാക്കിലുള്ള സ്ട്രെസ് മുഴുവൻ നമുക്ക് മാറിക്കിട്ടും. ഇതിൻ്റെ ഒരു വേരിയേഷൻ. 1 more time. And come back. ഇപ്പം ഇനി നമ്മളുടെ കാലിലേക്കുള്ളൊരു സ്ട്രെച്ചിന് വേണ്ടിയിട്ട് വലത് കാല് ബാക്കിലേക്ക് വെച്ച് ഇങ്ങനെ നന്നായിട്ട് ടോസിൽ ഫിക്സ് ചെയ്ത് ഇങ്ങനെ സ്ട്രെച്ച് ചെയ്യുക. അപ്പോൾ നമ്മുടെ കാഫ് മസിൽസിൻ്റെ പെയിൻ, അതുപോലെ തന്നെ ഇപ്പോൾ കുറേ നേരം ഇരിക്കുന്നവർക്കൊക്കെ ഈ ഒരു സ്ട്രെച്ച് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലോങ് സിറ്റിംഗ് ജോബ്, IT ഫീൽഡിലുള്ളവർക്കും ബാങ്ക് ഉദ്യോഗസ്ഥർക്കൊക്കെ ഇത് വളരെ ആവശ്യമാണ്. ലെഫ്റ്റ് ലെഗ് ചെയ്യുക.
ശേഷം തിരിച്ചു വരിക, വീണ്ടും ഇരിക്കുക. വജ്രാസനത്തിൽ ഇരുന്നതിന് ശേഷം വീണ്ടും നമ്മൾക്ക് ഇതുപോലൊരു ട്വിസ്റ്റ്, അതായത് ലെഫ്റ്റ് ഹാൻഡ് റൈറ്റ് ലെഗിലേക്ക് ഇങ്ങനെ വന്നിട്ട് നന്നായിട്ടൊന്ന് ട്വിസ്റ്റ് ചെയ്ത്, ഈ ഒത്തിരി ടമ്മി ഫാറ്റിനെ പറ്റിയൊക്കെ വിഷമിക്കുന്നവർക്ക് ചെയ്യാനായിട്ട്. ആൻഡ് എക്സേൽ, ഇൻഹേൽ ആൻഡ് സ്ട്രെച്ച് ബാക്ക്, എക്സേൽ ആൻഡ് കം ബാക്ക്. ശ്വാസം എടുത്തുകൊണ്ട് സൈഡിലേക്ക് പോവുക, ശ്വാസം വിട്ടുകൊണ്ട് തിരിച്ചു വരിക, വീണ്ടും അപ്പുറത്തെ വശത്തേക്ക് സ്ട്രെച്ച് ചെയ്യുക. ഫൈനൽ പൊസിഷനിൽ കണ്ണടയ്ക്കാം. എക്സേൽ. നിങ്ങൾക്ക് ഇവിടെ വെച്ച് ശ്വാസം സ്റ്റക്ക് ആവുന്നുണ്ടെങ്കിൽ നോർമൽ ബ്രീതിങ് പാറ്റേൺ ഫോളോ ചെയ്യുക. എക്സേൽ. വൺ മോർ ടൈം. അതിനുശേഷം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പ്രോപ്പാണ് ഈ യോഗ ബോൾസ്റ്റർ എന്ന് പറയുന്ന ഇത് നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ആമസോണിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാൻ പറ്റും. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ യോഗ ഫോർ സ്ട്രെസ് റിലീഫാണ്. അപ്പോൾ അതുകൊണ്ടെന്ന് വെച്ചാൽ നമ്മൾ ഏറ്റവും റിലാക്സിങ് ആയിട്ട് ഞാനിത് ചെയ്തുകൊണ്ടിരിക്കുന്ന കാണുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു റിലാക്സേഷൻ തോന്നുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാവർക്കും ചെയ്യാനായിട്ട് തോന്നും അല്ലേ? കാരണം അത് വളരെ സൂതിങ് ആയിട്ട് ഇങ്ങനെ വളരെ ഫ്ലോ ആയിട്ടാണ് പോകുന്നത്. അപ്പം നമ്മൾക്ക് അടുത്തതായിട്ട് ഇങ്ങനൊരു ബോൾസ്റ്റർ നമ്മുടെ മുമ്പിലേക്ക് ലെങ്തി ആയിട്ട് തന്നെ വയ്ക്കുക. അതിനുശേഷം നമുക്ക് ഈ താഴത്തേക്ക് ഇങ്ങനെ അധികം സ്ട്രെച്ച് ചെയ്യാനായിട്ട് സാധിക്കാത്തവർക്ക്, അതുപോലെ തന്നെ പല മെഡിക്കൽ ഇഷ്യൂസ് ഉള്ളവർക്കൊക്കെ നന്നായിട്ട് റിലാക്സ് ചെയ്യാൻ പറ്റിയ ഒരു പൊസിഷൻ. അപ്പം നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഇതുപോലെ കിടക്കുക. ഇതിങ്ങനെ കിടക്കുന്നത് വഴി നമുക്ക് ഭയങ്കര ഒരു റിലാക്സിങ് ആണ്. അപ്പോൾ ഇത് സ്ട്രെസ് റിലീഫിന് നമുക്ക് ഏറ്റവും ഒരു അവസാനമായി കഴിയുമ്പോഴത്തേക്കും, നമ്മൾ സെഷൻ്റെ ഒരു അവസാനമായി കഴിയുമ്പോഴത്തേക്കും നമ്മൾ റിലാക്സ് ചെയ്യേണ്ട പൊസിഷൻ ഇങ്ങനെയാണ്. നമ്മളിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ റിലാക്സ് ചെയ്യുക. അതിൻ്റെ മുകളിൽ നമ്മളുടെ നെഞ്ച്, സ്റ്റൊമക്കൊക്കെ ഇതിൻ്റെ ഉള്ളിൽ റിലാക്സ് ചെയ്ത് കൈകളിങ്ങനെ വളരെ റിലാക്സ് ആക്കി വയ്ക്കുക. അതുപോലെ കുറച്ച് നേരം ഇതുപോലെ ഇങ്ങനെ കിടക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും നേരം നിങ്ങൾക്ക് അതിനകത്ത് റിലാക്സ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം ഈ ബോൾസ്റ്റർ ഇനി എന്താ ചെയ്യാൻ പോകുന്നത്, ഇനി ഇത് നമുക്കിതിൻ്റെ ബാക്കിൽ, നമ്മളുടെ ടെയിൽ ബോണിൻ്റെ ബാക്കിൽ വെച്ചിട്ട് ഇനി നമ്മൾ ക്രോസ് ലെഗ് സിറ്റിംഗ് പൊസിഷനിൽ വന്നിട്ട്, ഇതാണ് നമ്മുടെ ലാസ്റ്റ് പൊസിഷനാണ്. എനിക്ക് തോന്നുന്നത് ഇതൊരു വളരെ ഷോർട്ട് ആൻഡ് സ്വീറ്റ് ആയിട്ടുള്ളൊരു യോഗ ഫ്ലോയാണ്. അപ്പോൾ ഈ ഒരു സ്ട്രെച്ചോടുകൂടി നിങ്ങൾക്ക് ഈ സെഷൻ നിങ്ങൾക്ക് എത്ര നേരം വേണമെങ്കിലും ആ ഒരു പൊസിഷനിൽ കിടക്കാം. ഇത് ലാസ്റ്റ് സ്ട്രെച്ചാണ്. ഇപ്പോൾ നമ്മൾ ഈ കൈ വച്ചിട്ട് തന്നെ പിടിച്ചിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു തലയണ, 2 തലയണകൾ വെച്ചാലും കുഴപ്പമില്ല. പക്ഷേ ഇതിൻ്റെ അത്രയും ഒരു പെർഫെക്ഷൻ അതിൽ നിന്ന് കിട്ടണമെന്നില്ല. നമ്മളുടെ ടെയിൽ ബോണിലേക്ക് നമ്മൾ ചേർത്ത് വെച്ചതിന് ശേഷം നമ്മൾ ഇതുപോലെ കാരണം നമ്മൾ ഇത്രയും നേരം ഒരു കസേരയുടെ ഉള്ളിൽ ഭയങ്കര ഒത്തിരി നേരം ജോലി ചെയ്താണ്. അപ്പം നമ്മളുടെ സ്പൈൻ ഇങ്ങനെ മുകളിലേക്കൊരു പുഷാണ് ഇതിൽ നിന്ന് കിട്ടുന്നത്. ഇങ്ങനെ നമുക്ക് റിലാക്സ് ചെയ്യാം. കൈ ഇങ്ങനെ വയ്ക്കാം. അതുപോലെ തന്നെ കൈ നമുക്ക് ഇതുപോലെ ബാക്കിൽ ഈ ബോൾസ്റ്ററിൻ്റെ ഇതായിട്ട് ഇങ്ങനെയും വയ്ക്കാം. എനിക്ക് കൂടുതൽ കംഫർട്ടബിൾ ഞാനിങ്ങനെ കൈ താഴെ ഇങ്ങനെ വയ്ക്കുന്നതാണ്. അപ്പോൾ ഈ മുഴുവൻ സ്പൈൻ ഇങ്ങനെ പോകുമ്പോൾ ഭയങ്കര ഒരു സുഖമാണ്. എസ്പെഷ്യലി ബാക്ക് പെയിൻ ഉള്ളവർക്ക് ഏറ്റവും നല്ലതാണ്. ഇനി ഇതിന് നിങ്ങൾക്ക് കംഫർട്ടബിൾ അല്ലാത്തവർക്ക് കാലങ്ങനെ വയ്ക്കാം. കംഫർട്ടബിൾ അല്ലാത്തവർക്ക് കാല് ഇതുപോലെ ഫ്ലെക്സ് ചെയ്ത് വയ്ക്കാം. അതിനുശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ട്രെച്ച് ചെയ്യണമെങ്കിൽ, നിങ്ങളുടെ കാലിങ്ങനെ കംപ്ലീറ്റ്ലി സ്ട്രെച്ച് ചെയ്ത് വെക്കണമെങ്കിൽ നിങ്ങൾക്ക് സ്ട്രെച്ചിങ് ചെയ്ത് വയ്ക്കാം. ശ്വാസം ദീർഘമായിട്ടെടുക്കുക. ശ്വാസം വിടുക. ഇതിൻ്റെ ഉള്ളിൽ ഒരു വേരിയേഷനും കൂടി നമുക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു സെഷൻ നമുക്ക് അവസാനിപ്പിക്കാം. As you breathe out, you can feel your body is relaxing. ആ ഒരു ശ്വാസം വിടുന്നതിനൊപ്പം തന്നെ നിങ്ങളുടെ ശരീരത്തിൻ്റെ എല്ലാ പേശികളും വളരെ റിലാക്സ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം നമ്മൾ കുറച്ചും കൂടെ അതിൻ്റെ മുകളിലേക്ക് ക്ലൈംബ് ചെയ്യാമെന്ന് പറയും.
അതായത് നമ്മളുടെ ഇതിൻ്റെ സപ്പോർട്ടോട് കൂടി തന്നെ നമ്മൾ കുറച്ചും കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഇത് ചെയ്തതിന് ശേഷം തല നമ്മൾ ഈ ഒരു ബോൾസ്റ്ററിൻ്റെ പുറത്തേക്ക് നമ്മുടെ തല ഇങ്ങനെ ഡ്രോപ്പ് ചെയ്താൽ ഈ സെർവൈക്കൽ പ്രോബ്ലം ഉള്ളവർക്കൊക്കെ ഇത് ഭയങ്കര ബെനിഫിഷ്യലായിരിക്കും. ഇപ്പോഴും നമ്മൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കൈ രണ്ട് സ്ഥലത്തേക്കും റിലാക്സ് ചെയ്യുക. ഈ ടെയിൽ ബോണിൻ്റെ നമ്മളുടെ ശരിക്കും കറക്റ്റ് നമ്മുടെ ബട്ടക്സിൻ്റെ ആ ഒരു ഭാഗത്ത് നമ്മുടെ ബോൾസ്റ്ററിൻ്റെ ഒരറ്റവും മറ്റൊരു ബോൾസ്റ്ററിൻ്റെ അറ്റം നമ്മുടെ കഴുത്തിൻ്റെ ഭാഗത്തുമായിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ബോൾസ്റ്റേഴ്സ് അങ്ങനെയാണ്. പക്ഷേ നിങ്ങളുടെ ഹൈറ്റിൻ്റെ വ്യത്യാസം ഉണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് എടുക്കേണ്ടി വരും. ഇനി ചിലവർക്ക് ഈ കാലിങ്ങനെ ഒത്തിരി നേരം സ്ട്രെച്ച് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുള്ളവർക്ക് ഈ ഒരു മോഡിഫിക്കേഷൻ നിങ്ങൾക്ക് ചെയ്യാം. പക്ഷേ ശരിക്കും ആ ഒരു സ്ട്രെച്ച് കഴുത്തിനുള്ളത് കിട്ടണമെങ്കിൽ നമ്മൾ കാല് നീട്ടി തന്നെ വെച്ച് സ്ട്രെച്ച് ചെയ്യാം. ഇതുപോലെ നിങ്ങൾക്ക് ഈ ഒരു സെഷൻ കണ്ടിന്യൂ ചെയ്ത് നിങ്ങൾക്ക് കുറേ നേരം ഇതുപോലെ റിലാക്സ് ചെയ്യാം. പക്ഷെ നമ്മളുടെ സെഷൻ അവസാനിപ്പിക്കേണ്ടതുകൊണ്ട് എനിക്ക് എന്തായാലും ഈ ബോൾസ്റ്ററിൽ നിന്ന് എഴുന്നേറ്റേ പറ്റുള്ളൂ. പക്ഷെ നിങ്ങൾക്കിത് ഞാനിപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും നിങ്ങൾക്ക് ആ ഒരു ബോൾസ്റ്ററിൽ കിടന്നുകൊണ്ട് തന്നെ കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ വീണ്ടും വേറൊരു സ്പെഷ്യൽ സെഷനുമായി ഇനിയും കാണാം.